കേരളത്തിൽ പിന്നെ ആഴവുന്ന മുസ്ലിം ലീഗിന് 5-6 വോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവരുടെ പുറകെ തെണ്ടിത്തിരിഞ്ഞ് അവർ പറഞ്ഞ കേട്ട് അതനുസരിച്ച് പറയല്ലേ ഇവര്. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ചോദിച്ചിട്ടില്ല പറയണത്. മുസ്ലിം ലീഗിന് വടക്ക് ഉറപ്പാണ് അവരുടെ സീറ്റ്. അവരാർക്കൊന്നും ചെയ്യാൻ നടക്കത്തില്ല. കുറെ സീറ്റ് ആ സീറ്റ് അത് കിട്ടിക്കൊണ്ട് ഭരിക്കാൻ നോക്കുമോ? അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇനിയും ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തിരക്കാറില്ല. അല്ലെങ്കിലും ഈ കേരളത്തിൽ സമുദായം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ. KPCCയുടെ അകത്ത് സമുദായം എന്ന് പറഞ്ഞ സാധനം ഒരു അന്യം നിന്ന് പോയ സാധനമാണ്. ഇങ്ങനെ സമുദായത്തിൽപ്പെട്ട അല്ല സമുദായത്തോട് അതെന്നറിയാം. സമുദായത്തോട് വിരോധമുള്ളവരാരും അവരെയൊക്കെ ആക്കും. എന്നാൽ സമുദായത്തിനെ ആക്കിയെന്ന് പറയുകയും ചെയ്യും. അതാണ് അവരുടെ നയം. എന്ത് ഗുണപ്പെട്ടാണ്? നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കും. ഞാൻ പറഞ്ഞ പണക്കം വിചാരിക്കുന്നത് കോൺഗ്രസ് എങ്ങനെ ഇവിടെ രക്ഷപ്പെടും? ഇനി ഈഴവനില്ല, നായരില്ല, മുഴുവൻ ഈഴവന് വന്നാലും കോൺഗ്രസ് ജയിക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങളൊന്ന് പറ. അല്ല ഞാനല്ല, അവരുടെ കൈയിരിപ്പിന്റെ ദോഷമാണെന്ന്. കോൺഗ്രസ് എങ്ങനെ ജയിക്കും വെച്ചാൽ അവർ മുസ്ലിം ലീഗിന് അടിമയല്ലേ. ഒരാളവർ ചേർക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്നല്ല ചേർക്കാൻ ചോദിക്കാതെ നിർത്തനക്കുവാ. പിന്നെ നിങ്ങൾ നോക്കൂ, BJP വളർന്നു പോയില്ലേ? ഈ BJP വളർന്നപ്പോ ആ BJPയുടെ ബേസ് ഏതാണ്? കോൺഗ്രസിന്റെ ബേസ് ഏതാണ്? കോൺഗ്രസിന്റെ ബേസ് സവർണരും കുറച്ച് ക്രിസ്ത്യാനികളും ആയിരുന്നു. ആ ക്രിസ്ത്യാനികൾ പലരും കേരള കോൺഗ്രസ്സായി മാറി. അതേ സമയത്ത് അതിനകത്ത് കുറെ സവർണരുണ്ടായിരുന്നു. അവർ നേരെ BJPയിലേക്ക് എത്തുന്നു. BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയില്ലേ? ഇനിയും കൂടും. ചന്ദ്രശേഖർ വന്ന ശേഷമാണ് ഇനിയും കൂടും. ഈ വോട്ട് പോകുന്ന ആരുടെ? കോൺഗ്രസിൻ്റെതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 5% പോകുമ്പോൾ അവിടെ 25% പോണത്. നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചോ? അങ്ങനെ വരുമ്പോൾ സീറ്റ് ആർക്ക് പോകും?